ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ. എൻ്റെ മുട്ടേനക്കും മക്കൾക്കൊക്കെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ 2 ദിവസമായിട്ടായി വീഡിയോ ചെയ്യാത്ത കേട്ടോ. മോള് പ്രസവിച്ചിരുന്നു, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരുന്നു ചെയ്യാതിരുന്നത്. പിന്നെ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം, നല്ല ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കാനും അതേപോലെ ഉള്ള ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാനും സുബഹി നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട ഒരു ദിക്റാണ് കേട്ടോ. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നമുക്കില്ലേ നല്ല ജോലിയും കിട്ടും, ജോലിയും കിട്ടും. അതുപോലെ ഉള്ള ജോലിയിൽ ബർക്കത്ത് കിട്ടും. നമുക്ക് ജോലിയിൽ ബർക്കത്തില്ല, നമുക്കില്ല എത്ര കിട്ടിയാലും തികയൂല. വെറുതെ അങ്ങനെ ജോലി ചെയ്യുന്ന ഒന്നിനും ഒരു കാര്യത്തിനും നമുക്ക് തികയാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയിലിട്ട് എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലേ. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ പൈസ നമ്മളെ അത്യാവശ്യം കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, അതിന് വല്ലാത്തൊരു പ്രയാസമാണതല്ലേ. അപ്പോൾ ഈ ഒരു ദിക്റില്ലേ, സുബഹി നിസ്കാരത്തിന് ശേഷം വലത് കൈ 25 അവിടെ വെച്ചിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 71 തവണ ചൊല്ലുക കേട്ടോ. 71 തവണ ചൊല്ലി പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ മനസ്സാன നെയ്യത്തോടെ കൂടി, നല്ല നെയ്യത്തോടെ കൂടി സുബഹി നിസ്കാരം ഖളാഹൊക്കെ നിസ്കരിച്ച് നല്ല നെയ്യത്തോടെ കൂടി ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു 40-41 ദിവസം തന്നെ തുടർച്ചയായിട്ട് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇല്ലേ, നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരും. പിന്നെ അതേപോലെ എന്താ പറയുക, ഉള്ള ചെറിയ ശമ്പളമാണെങ്കിലും ചെറിയ പൈസ ആണെങ്കിലും അതിൽ നമുക്ക് ബർക്കത്തുണ്ടാവും. നമുക്കൊരു എത്ര ലക്ഷങ്ങൾ കിട്ടിയാലും തികയാത്തൊരവസ്ഥ വരുന്നുണ്ടാകും, നമ്മൾ ബർക്കത്തില്ലാത്തതുകൊണ്ടാണ്. ആ ഒരവസ്ഥയിൽ നമുക്ക് മാറ്റം കിട്ടും കേട്ടോ. അപ്പം ഈ ഒരു കാര്യം എന്താ, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് 71 തവണ കൂടാൻ പാടില്ല കേട്ടോ. അത് ചൊല്ലിയിട്ട് എന്താക്കുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു ദിക്ർ 100 തവണ 41 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക കേട്ടോ, മുടങ്ങരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 40 ദിവസം മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സ്ത്രീകൾക്കൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, സാരമില്ല. നിങ്ങളെന്താ ചെയ്യുക, കുളിച്ച് വൃത്തിയാവുന്ന വീണ്ടും ചെയ്യുക കേട്ടോ. അങ്ങനെ 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. റബ്ബിനെ അറിയാമല്ലോ, നമുക്ക് പറ്റാത്തതുകൊണ്ടാണെന്ന് അറിയാമല്ലോ. അത് കുളിച്ച് നമ്മൾ എന്താ പറയുക, ഇത് പീരീഡ്സ് കഴിഞ്ഞ ഉടനെ കുളിച്ച് വൃത്തിയായതിനു ശേഷം വേഗം അന്ന് തന്നെ തുടങ്ങുക. സുബഹി നിസ്കാരത്തിന് അന്ന് തന്നെ തുടങ്ങിയിട്ട് പിന്നെ എന്താക്കുക, നമുക്ക് ഏകദേശം കുറച്ച് ദിവസം കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് കണക്ക് വെച്ചിട്ട് വീണ്ടും എന്താക്കുക അറിയാം, 40 ദിവസം തുടർച്ചയാക്കുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്താ ചെയ്യുക, നിങ്ങൾ പിന്നെ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിച്ച് നോക്കുന്നത്. ചെറിയ ദിക്റല്ല, ചെറിയ സമയമല്ലേ വേണ്ടുള്ളൂ. ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരും. എത്ര ചെറിയ പൈസയാണ് കൊണ്ടല്ലോ അതിൽ നമുക്ക് റബ്ബ് ബർക്കത്ത് വരും. പിന്നെ ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാവും. മാനസികമായി ജോലിയില്ലാതെയുള്ള പല വിഷമങ്ങളും പ്രയാസങ്ങളും കുടുംബത്തിൽ വരികയല്ലേ. അതുപോലെ നമ്മുടെ വീട്ടിലും അതേ ബർക്കത്ത് വരും കേട്ടോ. നമ്മളെ വീട്ടിൽ ബർക്കത്തില്ലെങ്കിൽ പോയി നമ്മളെ കാര്യമല്ലേ. അപ്പോൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കേട്ടോ. അടുക്കളയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഓതേണ്ട ഒരു സൂറത്ത്, അത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കട്ടോ. അതും തുടർച്ചയായിട്ട് ചെയ്യുക. അത് നമ്മൾ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ 1-2-3 തവണ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളത് തുടർച്ചയായി ചെല്ലും. നമ്മൾ അറിയാണ്ട് തന്നെ എല്ലാ അടുക്കളയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചെല്ലിപ്പോവും ആ ഒരു സൂറത്ത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കട്ടോ. നല്ല വ്യൂസുള്ള വീഡിയോ ആണത്. എല്ലാവർക്കും നല്ല അഭിപ്രായം കമൻറ്റൊക്കെ പറഞ്ഞ വീഡിയോ ആണത്. അത് ചെയ്ത് നോക്കട്ടെ. അത് എന്തൊക്കെ ആ ഒരു സൂറത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഓതുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് 40 ദിവസം ചെയ്തിട്ട് പിന്നെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇല്ലേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസ് കേട്ടോ. അല്ലാതെ ഞാൻ വെറുതെ ഒന്നും ചെയ്യുന്ന വീഡിയോ അല്ല. ഞാനായാലും മക്കളായാലും എല്ലാവരായാലും ഞങ്ങൾ ചെയ്തിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ആഗ്രഹം റബ്ബ് സാധിപ്പിച്ച് തരുന്നുണ്ട്. അപ്പം ആദ്യം വേണ്ടത് നല്ല നിയ്യത്താണ്. നല്ല നിയ്യത്ത് വെക്കുക. പഠിച്ചോനെ, എനിക്ക് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, ഞാൻ ഇന്ന ആഗ്രഹത്തിന് വേണ്ടി ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് റബ്ബേ പിന്നെ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നിയ്യത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും അതിനുള്ള ഫലങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന കാര്യമാണ്, നമസ്കാരം ഖളാഹ് കൊണ്ടു നടക്കാൻ നോക്കുക കേട്ടോ. എത്ര തിരക്കാണെങ്കിലും നമ്മൾ അതിനൊരു എന്താ പറയുക, മുൻഗണന കൊടുക്കണം. നമ്മളെ പണി കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ പടച്ചറപ്പ് നമുക്ക് നടത്തി തരുന്നില്ലേ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് പോരെ, ഒരു 24 മണിക്കൂറിൽ ഒരു 5 ടൈമായിട്ട് 5 മണിക്കൂർ അല്ല 5 മിനിറ്റ് പോരെ നമുക്ക് കാര്യങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓത്തും കാര്യങ്ങളും നിസ്കാരത്തിന് ശേഷം അങ്ങനെ എണീച്ച് ഓടാതെ സമയമുള്ളവരെന്തൊക്കെ അവിടെ ഒരു 5 മിനിറ്റ് റബ്ബിൻ്റെ മുമ്പിൽ റബ്ബിയോടൊന്ന് സംസാരിച്ച് നോക്ക്.
എന്നെ സംബന്ധിച്ച് നല്ല സംതൃപ്തിയാണ്. റബ്ബിനോട് കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് നന്നായിട്ട് റിലീസാവും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക അറിയാം, ഇഷ്ടപ്പെട്ടാലൊന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാലൊന്ന് മാഷാ അല്ലാഹ് എന്ന് അൽഹംദുലില്ലാഹ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ നല്ലതാണെന്ന് തോന്നിയുണ്ടല്ലോ, എൻ്റെ വീഡിയോ നല്ലതാണെന്ന് തോന്നിയത് എൻ്റെ വീഡിയോ മാത്രമല്ല, നിങ്ങൾ ആര് വീഡിയോ കാണുന്നത് നല്ലതാണെന്ന് തോന്നി നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അറിവ് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ എത്തിച്ചു കൊടുത്ത് അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അപ്പം ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.